ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സ് 2026 റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സ്. നോക്കുവാണെങ്കിൽ 2025 അവരുടെ ഫാൻസിനെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത്. ഞങ്ങൾ തീർന്നിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പഞ്ചാബ് കിങ്സ് കൊടുത്തത്. 18 വർഷത്തിൽ കേവലം രണ്ട് പ്രാവശ്യമാണ് ഫൈനലിലേക്ക് എത്തുന്നത്. ക്യാപ്റ്റൻസിയിലാണെങ്കിലും ബാറ്റ് കൊണ്ടാണെങ്കിലും ശ്രേയസൈൻ്റെ ബെസ്റ്റ് കാഴ്ചവെച്ചു. KKRനെ എങ്ങനെയാണോ ഫൈനൽ വരെ എത്തിച്ച് കപ്പടിപ്പിച്ചു കൊടുത്തത്, അതേ ഫോർമുല കൊണ്ട് ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നു. പക്ഷേ ഫൈനലിനകത്ത് വീണ് പോകുന്നു. കുറച്ച് അൺക്യാപ്പ് പ്ലേയേഴ്സ്മാർ കൂടിപ്പോയി. വിദേശ താരങ്ങൾ പ്രതീക്ഷിച്ചത്ര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. അതാണ് ഫൈനലിനകത്ത് വീണ് പോകാനുള്ള ഒരു കാര്യം. പിന്നെ റിക്കി പോണ്ടിങ് എന്ന് പറയുന്ന സൂത്രശാലിയായ കോച്ച്, അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യരും റിക്കി പോണ്ടിങ്ങും തമ്മിലുള്ള കെമിസ്ട്രി ഈ പ്രാവശ്യം വർക്കൗട്ടായി. ഡൽഹിയിൽ വർക്കൗട്ടായ അതേ കെമിസ്ട്രി ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യും. പക്ഷേ പോണ്ടിങ്ങിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ളൂ ഡിസഗ്രി. കുറെ ആസ്ട്രേലിയൻ പ്ലേയേഴ്സിനെ തള്ളിക്കയറ്റി. ആ ഒരു പ്ലേയേഴ്സ് എത്രമാത്രം പ്രകടനം കാഴ്ചവെച്ചു എന്ന് ചോദിച്ചാൽ, കുറച്ച് പൈസ കൺവേർട്ട് ചെയ്ത് ആസ്ട്രേലിയൻ ഡോളറിലോട്ട് കൊണ്ടുപോയെന്നല്ലാതെ കൊണ്ടുവന്ന കുറച്ച് ആസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഉണ്ട്. 5 പ്ലേയേഴ്സോളം കൊണ്ടുവന്നു. ആ പ്ലേയേഴ്സിൽ എത്ര പേര് പെർഫോമൻസ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് എനിക്ക് റിക്കി പോണ്ടിങ്ങിനോടുള്ള ഡിസഗ്രി. ബാക്കിയുള്ള കാര്യത്തിൽ, കോച്ചിന്റെ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. കോച്ചാണ് തൻ്റെ രാജ്യത്തിലുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നില്ല വലുതായിട്ട് വർക്കൗട്ടായത്. പിന്നെ അർഷ്ദീപ് സിംഗ് 21 വിക്കറ്റ്, എക്കണോമി നോക്കുവാണെങ്കിൽ 8.80. മുംബൈയിൽ നിന്ന് നയിച്ചു. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് എടുത്തു, മിഡിൽ ഓർഡറിനകത്ത് വന്ന് വിക്കറ്റ് എടുത്തു. ടീമിനെ മുംബൈയിൽ നിന്ന് നയിച്ചു ലോക്കൽ ഫ്ലേവറായ അർഷ്ദീപ് സിംഗ്. ചഹാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എന്താണോ കാഴ്ചവെച്ചത് അത് പഞ്ചാബിന് വേണ്ടി കാഴ്ചവെച്ചു. രാജസ്ഥാൻ റോയൽസ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു ചഹാലിനെ റിലീസ് ചെയ്യുന്നത്. പക്ഷേ പഞ്ചാബിന് അത് ഗുണമായിട്ട് മാറി. മിഡിൽ ഓർഡറിനകത്ത് വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ ചഹാലിനായി. നല്ലൊരു പെർഫോമൻസ് ചഹാൽ വന്ന് കാഴ്ചവെക്കുന്നു. പിന്നെ അവരുടെ ലോക്കൽ പ്ലേയേഴ്സായ ശശാങ്ക് സിംഗ്, നിഹാൽ വധേര, ഹർപ്രീത് ബാർ. ശശാങ്ക് സിംഗ് ആണെങ്കിൽ നെഹാൽ വധേര ആണെങ്കിൽ മിഡിൽ ഓർഡറിനകത്ത് ഒരു സപ്പോർട്ട് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. സോ ഈ ടീമിന്റെ ഒരു പ്രശ്നം എന്തുവെന്ന് വെച്ചാൽ, കുറച്ച് ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫോറിൻ പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ബോളിങ്ങിലോ അല്ലെങ്കിൽ ബാറ്റിങ്ങിലോ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞതേയില്ല. സോ റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയർ, അല്ലെങ്കിൽ റിലീസ് ചെയ്തിട്ട് റീബൈ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ മാക്സ്വെല്ലിന്റെ കാര്യം നമുക്കറിയാം. ഗ്രാഫ് നോക്കുവാണെങ്കിൽ എപ്പോഴും താന്നു പോയിക്കൊണ്ടേയിരിക്കുമോ. കേവലം 6 ഇന്നിങ്സിൽ നിന്ന് 48 റൺസ് എടുത്തത്. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 8. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 100-ൽ താഴെയായിരുന്നു. 6 ഇന്നിങ്സേ കളിച്ചുള്ളൂ. ഇഞ്ചുറി ആയിരുന്നു, ടീമിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ബോളിങ്ങിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു, ഫീൽഡിങ്ങിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. പക്ഷെ ഒരു ഫീൽഡറായിട്ടോ അല്ലെങ്കിൽ ഒരു ബോളറായിട്ടോ അല്ല കൊണ്ടുവന്നത്. മെയിൻ ഫോക്കസ് പഞ്ചാബിന്റെ ബാറ്റ് കൊണ്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്യും, മിഡിൽ ഓർഡറിനകത്ത് ഒരു ഫയർ പവർ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. 4.2 CR ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. അതിന് പറ്റിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ മാക്സ്വെല്ലിന് കഴിഞ്ഞില്ല. ബെറ്റർ റിലീസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും മാക്സ്വെല്ലിനെ. ക്യാമറൻ ഗ്രീനെ കൂട്ടൊക്കെയുള്ള പ്ലേയേഴ്സിനെ നോക്കുന്ന ഒരു ടീമിന് ബെറ്റർ ആയിരിക്കും മാക്സ്വെല്ലിനെ റിലീസ് ചെയ്യുക. 4.2 CR പോക്കറ്റിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് മാക്സ്വെല്ലിന്റെ കാര്യം. മറ്റൊരു പ്ലെയറാണ് ലോക്കി ഫെർഗുസൺ. ന്യൂസിലൻഡിന്റെ പ്ലെയറാണ്. നമുക്കറിയാം, ജനിച്ച് വീണതേ ഇഞ്ചുറി ആയിട്ടാണെന്ന് തോന്നുന്നു. 4 കളി കളിച്ചു, 5 വിക്കറ്റ് എടുത്തു. വിക്കറ്റൊക്കെ എടുത്തു, പക്ഷേ ഒരു ഫുൾ സീരീസ് ഒക്കെ കളിക്കുകയെന്ന് വെച്ചാൽ, 2 മാസമൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ ലോക്കി ഫെർഗുസനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് തന്നെയാണ്. ഇപ്പോൾ അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡിന്റെ ഇന്റർനാഷണൽ ടീമിൽ പോലും കളിക്കുന്നില്ല. സോ 2 കോടിക്ക് ടീമിലേക്ക് കൊണ്ടുവന്നു പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. വെറുതെ നോക്കുവാണെങ്കിൽ 2 കോടി വേസ്റ്റ് ചെയ്ത് കളയും. വലിയൊരു പൈസയല്ല, 2 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. ഒരു ഫുൾ സീരീസ് ഒക്കെ കളിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. മറ്റൊരു പ്ലെയറാണ് സ്റ്റോയിനസ്. നോക്കുവാണെങ്കിൽ ഒരു ക്യാം ഇന്നിങ്സ് ഒക്കെ കാഴ്ചവെച്ചു, ഷാമിയൊക്കെ പറക്കെടുത്ത് അടിച്ചു. പക്ഷെ കളിക്കേണ്ട കളി കളിച്ചോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഏകദേശം 11 കോടിയാണ് സ്റ്റോയിനസിന് കൊടുത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയിൽ കാലിടറുന്ന ഒരു സ്റ്റോയിനസിനെ കണ്ടത്. ഒരു 11 കോടിക്കുള്ള പെർഫോമൻസ് നോക്കുവാണെങ്കിൽ കാഴ്ചവെച്ചില്ല. ഫൈനലിൽ നോക്കുവാണെങ്കിൽ കാലിടറി. ഫൈനലിനകത്ത് നോക്കുവാണെങ്കിൽ കേവലം 6 റൺസാണ് എടുത്തത്. ക്വാളിഫയർ 2-നകത്ത് നോക്കുവാണെങ്കിൽ കേവലം 2 റൺസ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ സ്റ്റോയിനസിന് കളിക്കാൻ കഴിയുന്നില്ല. നോക്കുവാണെങ്കിൽ ചെറിയ ക്യാമിയോ ഇന്നിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ 11 കോടിക്ക് പറ്റിയ ഒരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു പ്രകടനം നോക്കുവാണെങ്കിലും ഇന്റർനാഷണൽ മത്സരത്തിൽ വലിയൊരു പ്രകടനമൊന്നും സ്റ്റോയിനസ് കാഴ്ചവെക്കുന്നുമില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ റിലീസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു 2 കോടിക്കോ 3 കോടിക്കോ ഒക്കെ അകത്ത് കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ സ്റ്റോയിനസിന് വേണ്ടി പോകുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു പ്ലെയർ ആണ് ഏരൻ ഹാർദി. ആസ്ട്രേലിയയുടെ മറ്റൊരു പേസ് ബോളറാണ്. ഒറ്റ കളി പോലും കളിപ്പിക്കാൻ കഴിഞ്ഞില്ല. 1.25 CR ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ 1 കോടിയെങ്കിൽ 1 കോടി റിലീസ് ചെയ്യുക. പിന്നെ മറ്റൊരു ഓപ്ഷനാണ്, ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചഹാൽ. 18 കോടിയാണ് ചഹാലിനെ ടീമിലേക്ക് കൊണ്ടുവന്നത്. ചഹാലിനെ റിലീസ് ചെയ്തിട്ട് ഒരു 10 കോടി 12 കോടിക്ക് വിളിച്ചെടുക്കാൻ കഴിയുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നോക്കുവാണെങ്കിൽ ഒരു 6-8 കോടി പിന്നെയും പേഴ്സിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. വിട്ട് കളയണമെന്നല്ല. ഇൻ കേസ് ഇനി ചഹാലിന് വേണ്ടി ആരെങ്കിലും പോയാൽ തന്നെ 18 കോടി കൊടുത്ത് അല്ലെങ്കിൽ ഒരു 20 കോടി കൊടുത്ത് ടീമിലേക്ക് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്.
വിട്ടുകളയരുത് രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചതുപോലെയും RCB കാഴ്ചവെച്ചതുപോലെയും. മിനി ഓപ്ഷനാണ്, എല്ലാവരുടെ കയ്യിലും വലിയൊരു എമൗണ്ട് ഒന്നും കാണത്തുമില്ല. പക്ഷെ ഒന്ന് റിസ്ക് എടുത്ത് നോക്കിക്കഴിയുവാണെങ്കിൽ, പേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു 6 കോടിയോ 8 കോടിയോ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ റിക്കി പോണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 25 CR പഞ്ചാബിന്റെ പോക്കിലോട്ട് വരും. സോ ഇവർക്ക് വേണ്ടത് ഓപ്ഷനകത്ത്, മിനി ഓപ്ഷനകത്ത് ഒരു ഓൾറൗണ്ടറെ കിട്ടുവാണെങ്കിൽ, ക്യാമറൻ ഗ്രീനെയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ഓൾറൗണ്ടറായിട്ട് സ്റ്റോയിനിസിന് പകരമായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും മിഡിൽ ഓർഡറിനകത്ത്. സോ ഒരു 10 കോടി 12 കോടിക്കകത്തൊക്കെ ക്യാമറൻ ഗ്രീനെ കിട്ടുവാണെങ്കിൽ ലക്കെന്ന് പറയാം. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഓർഡർ ഇന്ത്യൻ ബാറ്റ്സ്മാനെ കിട്ടുവാണെങ്കിൽ, നെഹാൽ വധേരയും ശശാങ്ക് സിംഗും ഒക്കെ നോക്കുവാണെങ്കിൽ അൺക്യാപ്പ് പ്ലേയേഴ്സ് ആണ്. സോ KL രാഹുലിനെ കൂട്ടൊക്കെ ഉള്ള ഒരു പ്ലേയേഴ്സിനെ മിഡിൽ ഓർഡറിനകത്ത് കിട്ടുവാണെങ്കിൽ അല്പം കൂടെ നല്ലതായിരിക്കും. സോ ഇത്രയും പേര് റിലീസ് ചെയ്യുവാണെങ്കിൽ 25 CR ഇവരുടെ പോക്കറ്റിലോട്ട് വരും. നല്ലൊരു മിനി ഓപ്ഷനുമായിട്ട് പോകാൻ കഴിയും. കുറച്ച് പ്ലേയേഴ്സിനെ ആഡ് ചെയ്യുക. 2026 മിന്നുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുക.